Assalamualaikum. Welcome back to Selva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ്. നല്ല നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ്. ഇനി ഇതിനു വേണ്ടിയിട്ട് മൺചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. 2 മീഡിയം സൈസിൽ സവാള കനം കുറച്ച് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അത് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ടീസ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ജീരുള്ളി ക്രഷ് ചെയ്തത് ഇതുപോലെ വലിയ 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ, ഇതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വലിയ ജീരകം. ഇനി വേണ്ട പൊടികൾ ഇതുപോലെ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് വേണ്ടത്. അത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. അപ്പോഴാണ് സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വരിക. പിന്നെ നന്നായി ഇത് ഉടയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ പൊടികളും ഈ ക്രഷ് ചെയ്തിട്ടുള്ള എല്ലാവിധ ഉള്ളികൾ, ജീരുള്ളി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പിടിക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. ഇതുപോലെ അതിന് ശേഷം മാത്രമേ ബീഫ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ എല്ലും നെയ്യും അങ്ങനെ കൂടിയിട്ടുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ബീഫ് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മളിത് എണ്ണയിലൊന്നും സവാളയും തക്കാളിയൊന്നും വഴറ്റാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പഴയ സ്റ്റൈൽ നല്ല നാടൻ രീതിയിൽ എല്ലാം കൂടെ കുഴച്ച് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ച് മിക്സ് ചെയ്ത് തന്നെ യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ബീഫ് ആകുമ്പോൾ ഒരു അത്യാവശ്യം ഇത് റെഡി ആകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കണം. ഇനി ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഇത് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായി തിളക്കുന്നുണ്ട്. തിളക്കുമ്പോഴൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് അടി പിടിക്കുള്ളൂ. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇത് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. നല്ല അടച്ചു വെച്ച് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിക്കേണ്ടത്. കുറച്ചൊക്കെ സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിലുള്ള നമ്മളെ സവാള തക്കാളി എല്ലാം ഇതുപോലിപ്പം നന്നായി വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് ഇതിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. ഇനി വീണ്ടും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ മൊത്തം ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ടൈം. ഇതിപ്പോൾ ഒരു 45 മിനിറ്റിന് ശേഷം നല്ല സിമ്മിലാക്കി ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലുള്ള എല്ലാതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ പീസുകളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയായി, നല്ല ഉഷാറായി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അധികം ഡ്രൈ ആക്കുന്നില്ല. അധികം ഓവറായി ഡ്രൈ ആക്കുന്നവർക്ക് ഒന്നുകൂടി ഇത് വേണമെങ്കിൽ ഇതിലുള്ള ഈ ഗ്രേവിയൊക്കെ ഒന്നുകൂടി വറ്റിച്ചെടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു തേങ്ങാച്ചോറിൻ്റെ കോമ്പിനേഷനാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഓവറായിട്ട് ഡ്രൈ ആക്കാത്തത്. നല്ലൊരു തിക്ക് ഗ്രേവിയോട് കൂടിയാണ് വരട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല തിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്നുകൂടി ഇതുപോലെ റോസ്റ്റ് ചെയ്ത് ഒക്കെ ഇടുമ്പോഴാണ് ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുവരെ ഇതിലേക്ക് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇനി ജീരുള്ളി സ്ലൈസ് ചെയ്തത്, ഇഞ്ചി സ്ലൈസ് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്,
2 വറ്റൽമുളക് സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക്, ഇവയെല്ലാം കൂടി ഈ തേങ്ങാക്കൊത്തിലേക്ക് ഒന്ന് റെഡി വരുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ നല്ല ബ്രൗൺ നിറാവുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് ബീഫ് വരട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇടുന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അതുപോലെ നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തതൊക്കെ ബീഫിൻ്റെ എല്ലാ വശത്തേക്കും പിടിക്കുകയുള്ളൂ. അതുപോലെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ മൺചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടി കുറച്ച് കഴിഞ്ഞ് ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. ഇതാ നമ്മുടെ ബീഫ് വരട്ടിയത്. ഇത് മൺചട്ടി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇങ്ങനെ വരട്ടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇവിടെ തേങ്ങാച്ചോറാണ് കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത്. തേങ്ങാച്ചോറിൻ്റെ വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താൽ വീഡിയോ ലെങ്ത് ആവുമെന്ന് കരുതിയത് കൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും. എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ബീഫ് വരട്ടിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കാണാൻ കഴിയും. ഓക്കെ, അസ്സലാമു അലൈക്കും.